കാശ്മീർ ചില്ലി പൗഡർ. അങ്ങനെ നമ്മുടെ പോത്തുംകുട്ടനെ നമ്മളിനി സെറ്റാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ പണി ചെറിയൊരു ക്ലീനിങ് പർപ്പസ് ആണ്. ഇതിൻ്റെ പുറത്ത് എക്സ്ട്രാ നിൽക്കുന്ന തൊലി പീസുകളും കാര്യങ്ങളൊക്കെ നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാണ്. എന്നാലേ നമ്മൾ എടുക്കുന്ന മസാലയൊക്കെ നല്ല രീതിക്ക് പിടിക്കുള്ളൂ. അപ്പം നമ്മുടെ തൊലി മാത്രമേ കളയാനുള്ളൂ, ഇതിൻ്റെ ഫാറ്റ് ഒന്നും കളയല്ല കേട്ടോ. ഫാറ്റൊക്കെ നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഫാറ്റ് ഉണ്ടെങ്കിലേ നമ്മളുടെ ഈ ഒരു മീറ്റ് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുറത്തെ തൊലി മാത്രമേ നമ്മളൊന്ന് ജസ്റ്റ് കളയുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇതിന്റെ ഔട്ടറൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. നമ്മളിടുന്ന മസാലയ്ക്ക് ഇത് നല്ലോണം പിടിക്കാനായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അത്യാവശ്യം നമ്മൾ ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കണം കേട്ടോ. കണ്ട നല്ല ഡയമണ്ട് പീസാക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ നല്ലത്. നമ്മുടെ ഇറച്ചിയൊക്കെ റെഡി ആയില്ലേ? ഇനി മാരിനേഷൻ നോക്കിയാലോ. ആദ്യമായി രംഗപ്രവേശനം ചെയ്യുന്നു റെഡ് ചില്ലി സോസ്. നല്ല റെഡ് ചില്ലി സോസ് ആട്ടത്. ഇനി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ എരിവ് ഉപ്പുമായിട്ട് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഇത് കുരുമുളക് പൊടിയാണ്. ഇത് കണ്ട നമ്മുടെ വീട്ടിൽ പൊടിച്ചതല്ല, ഏതോ കടയിൽ പൊടിച്ച കുരുമുളക് പൊടിയാണ്. ഫൈനലി നമ്മൾ കേരളത്തിലെ ആൾക്കാർക്ക് എരിവ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് അല്ലേ, കാശ്മീർ ചില്ലി പൗഡർ. നമ്മുടെ ചെറുനാരങ്ങ, പുളിക്കുള്ള ചെറുനാരങ്ങയാണ്. നമ്മുടെ ചെറുനാരങ്ങ നീരാണ്. ഇനി നമ്മുടെ ഒലിവ് ഓയിലാണ്. ഇനി നല്ലൊരു നൈസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ്മേരി ആണ്. ഇനി ചെറുതായിട്ട് നമ്മുടെ ബീഫിനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാട്ടാ. അങ്ങനത്തെ മസാലയൊക്കെ ചേച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പോത്തും കാലിനെ. ഇനി ഇവിടെ നമുക്ക് പൊതിയാനുള്ള പരിപാടി നോക്കാം. അപ്പൊ ഇനി നമ്മുടെ പോത്തും കാല് പൊതിയാനുള്ള ഫോയിൽ പേപ്പർ സെറ്റാക്കാണ്. ഇനി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാണ്. ഇനി നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കാട്ടാ. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും ഇതിൽ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ഇനി നമുക്കിത് ഇതിൻ്റെ മോയ്സ്ചർ പോവാതിരിക്കാനായിട്ട് നല്ല ബട്ടർ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പുറത്ത് വെച്ച് മെൽട്ടാക്കി എടുത്താണ്. ഇനിയിപ്പോൾ നമുക്ക് മൂടാനുള്ള നേരമായി. അപ്പോൾ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് നമ്മൾ മൊത്തത്തിൽ ഇതിനെ പാക്ക് ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി നമ്മുടെ കുക്കിംഗ് പരിപാടിക്കുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്.
അങ്ങനെ നമ്മുടെ പോത്തും കാല് ഫോയിലൊക്കെ പൊതിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ കത്തിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ ഇനി തീ കത്തിക്കാനുള്ള പരിപാടിയാണ്. ഇനി ഇതേ നമ്മൾ കൊണ്ടുവന്ന വിറകൊക്കെ നല്ലോണം അടക്കി കൊടുക്കാൻ നല്ല ഉണക്ക വിറകുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല നീർവാർച്ചുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ കല്ലൊക്കെ ഇട്ട് പൊക്കി വെച്ചിട്ടാണ് നമ്മുടെ വിറക് കൂട്ടി കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ലൊരു കൂനയാക്കി നമ്മൾ വെച്ചിട്ട് തീ കത്തിച്ചെടുക്കാനായിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ നമ്മൾ തീ കത്തി ആ തീ പിന്നീട് കനലായി, ആ കനലാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ നല്ലോണം കത്തിച്ച് അവിടെ കനലാക്കി ഇടണം. നല്ല മഴയ്ക്കാരുണ്ട്, മഴ എന്തായാലും പെയ്യും. തീ കെട്ടുപോകുന്ന അറിയില്ല, നല്ല ചൂടുണ്ട് ഇവിടെ നിന്ന് കൈ വെക്കുമ്പോൾ. അപ്പോൾ ദേ തീയൊക്കെ നല്ലോണം കത്തി വരുന്നുണ്ട്. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഒരു കുഞ്ഞി കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റിൽ കത്തി അവസാനം നമുക്ക് വേണ്ട കനലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കരലിലേക്ക് പോത്തുകാലം ഇറക്കി വെക്കുകയാണ്. ഇനി പോത്തുംകാലം മൊത്തത്തിൽ നമുക്ക് വിറകിട്ട് മൂടി അത് കത്തി നല്ല കനലായി ആ കനലേക്ക് കിടന്നത് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ വിറകൊക്കെ എടുത്ത് നേരെ അതിൻ്റെ മുകളിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ മൊത്തത്തിൽ ഇനി നമ്മൾ കനൽ വെച്ച് മൂടിയിട്ട് വേവിക്കാൻ പോവാണ്. തീ കത്തുമ്പോൾ ഫോയിൽ കത്തി പോവാതിരിക്കാനായിട്ട് അലുമിനിയം ഫോയിൽ നമ്മൾ കുറേ കോട്ടുകൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിറകൊക്കെ കത്തി നല്ല രീതിക്ക് കനലായി ആ കനലിൽ കിടന്ന് നമ്മളുടെ പോത്തും കാല് വെന്ത് വന്നപ്പോൾ സമയം ദേ രാത്രി. ഇപ്പോൾ ദേ നോക്കിയ നല്ല വജ്രക്കട്ടകൾ പോലെ നമ്മുടെ കരിയിൽ കിടന്ന് നമ്മുടെ പോത്തും കാലങ്ങ് വെന്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞിട്ടേ കാണാൻ പറ്റും, കനലിൽ ചുട്ട് പഴുത്ത് കിടക്കുന്ന കനലിൽ കിടന്നാണ് നമ്മുടെ പോത്തും കാല് റെഡി ആവുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 8 മണിക്കൂർ നമ്മൾ കനലിട്ട് കരിയിട്ട് കത്തിച്ച് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മൊത്തം മുകളിലുള്ള കനലൊക്കെ അങ്ങോട്ട് മാറ്റി സംഭവം മറയ്ക്കാൻ പോവാണ്. അങ്ങനത്തെ നമ്മളുടെ ഐറ്റം ഒന്ന് തണുക്കാൻ വെച്ചു. ഇപ്പോഴും ഫോയിലുമേക്ക് ചൂടുണ്ട്. കട്ടിക്ക് നമ്മൾ ഫോയിൽ ഇട്ടിട്ടുണ്ട്. ആവി പറക്കാൻ കേട്ടോ. അപ്പം ഇത് നമ്മളുടെ ഫൈനൽ റൗണ്ട് നമുക്ക് കഴിക്കാനുള്ള നേരമായിക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ ഇത് നമുക്ക് കില്ലെടുക്കാൻ പറ്റില്ല, കാരണം ഇത് തുടർച്ചയാണ്. നമ്മൾ ഷവർമയ്ക്ക് എടുക്കില്ല, അതുപോലെ ചെത്തി എടുത്ത് തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ചെത്തി എടുത്തിട്ട് നേരെ ഇനിയിപ്പോൾ അതേ ഈ പീസ് എടുത്ത് നേരെ നമ്മൾ ഒരു ബണ്ണിൻ്റെ നടുക്ക് വെച്ചിട്ട് ആരാണ് ആദ്യം കഴിക്കാൻ പോകുന്നത്? ഞാൻ തന്നെ കഴിക്കാം കേട്ടോ. ഇത് ചുച്ചോരി സോസാണ് കേട്ടോ, അജി ഉണ്ടാക്കിയതാണ്. ഇനി ഞാൻ ചെത്തി തരാം. കൈ നോക്കണോട്ടോ, എനിക്ക് മുന്നിൽ കിട്ടണില്ലല്ലോ.
സോസൊക്കെ വായല്ലേ. നമ്മള് ഇനിയൊരു കാര്യം ചെയ്യണം. എന്തിനാണെന്നറിയോ, ഈ സാധനം ലൈറ്റായിട്ട് ഇങ്ങനെ ചെത്തിയിട്ടേ നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് നമ്മളെ. എന്നിട്ട് നമ്മളതെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനി ഇത് അടച്ചിട്ട് ഈ ചുച്ചൂരി സോസിലൂടെ മുക്കിയിട്ട് ആ വെള്ള ടീഷർട്ട് ഇട്ട ചേട്ടനെ വിളിച്ചേടാ. മീറ്റ് ഇത്തിരി മുറുക്കുണ്ടാവും, പക്ഷെ നമ്മൾ പറയുന്നേ ഇല്ല. അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളി സംഭവം. മീറ്റ് ഇച്ചിരി മുറുക്കുണ്ടല്ലേ. ഇനി മറ്റേതില്ലേ പൊറോട്ടയിൽ കൂട്ടി പിടിക്കുന്ന പരിപാടിയായിരുന്നു അറിയോടാ. ഇതെടുത്ത് പൊറോട്ടയിലേക്ക് വെക്കും. പൊറോട്ടയിലേക്ക് വെക്കാൻ ഒരു പീസ്, ചെറിയ പീസ് ഉണ്ടാവും, ചെറിയ പീസ്. പൊറോട്ടയിലിട്ട് കൂടി പിടിക്കുന്ന പരിപാടിയാട്ടാ. എന്നാ കൂട്ടാ കഴിച്ചോളൂ. അപ്പൊ ദേ എന്തായാലും എന്നത്തെയും പോലെ കൊതിയൻ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായിക്കാണ്. ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സംഭവം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫാൾ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ദേ വെള്ളച്ചാട്ടത്തിൻ്റെ മുതലാളിയുണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായിക്കാണ്. എന്തായാലും രാത്രി സമയം കുറച്ച് വൈകി. സംഭവം എങ്ങനെയുണ്ട്? അടിപൊളി. സത്യസന്ധമായിട്ട് പറയാല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയാം, ഇത്തിരി റബ്ബറി ആയിപ്പോയി. നമ്മുടെ മീറ്റ് ടൈറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് കിള്ളിയെടുക്കാൻ പാകത്തിനല്ല. കാരണം ഈ ഒരു നമ്മുടെ ലെഗിന്റെ പീസ് ഒരിക്കലും നമുക്ക് അങ്ങനെ കിള്ളിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തില്ല. ജ്യൂസ് പോവാത്ത രീതിയിൽ വെക്കണമായിരുന്നു. അപ്പോൾ നമ്മളുടെ മീറ്റ് ടേസ്റ്റ് ആണ്, പക്ഷെ ഇത്തിരി കോളം ടൈറ്റ് ആയി പോയിട്ടുണ്ട്. ഉള്ള കാര്യം നമ്മൾ പറയാം, അല്ലാണ്ട് നമ്മ എന്തിനാണ് ഉടായിപ്പ് പറഞ്ഞിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാമാരെ, ഇത് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ വാച്ചൻ പ്ലേയറോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.